ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് മെയ് മാസത്തിലെ റേഷൻ വിതരണം സംസ്ഥാന ഭക്ഷ്യപൊതുവിതരണ വകുപ്പ് പ്രഖ്യാപിച്ചു. മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുകാർക്ക് മെയ് മാസത്തിൽ ലഭിക്കുന്ന റേഷൻ വിഹിതങ്ങളും അറിഞ്ഞിരിക്കേണ്ട പ്രധാന റേഷൻ അറിയിപ്പുകളുമാണ് ഈ വീഡിയോയിൽ. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കണേ. സംസ്ഥാനത്തെ ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ഒരുമിച്ച് പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ 4 മുതൽ മെയ് മാസങ്ങളിലെ റേഷൻ വിതരണം ആരംഭിച്ചിരുന്നു. ഏപ്രിൽ 30 വരെയാണ് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്തുണ്ടാവുക എന്ന അറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിലും ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം അടുത്ത ചൊവ്വാഴ്ച വരെ ഉണ്ടാകുന്നതാണ്. അതായത് ഏപ്രിൽ മാസത്തെ റേഷൻ വാങ്ങാത്തവരുണ്ടെങ്കിൽ മെയ് 5 വരെ വാങ്ങാവുന്നതാണ്. മെയ് 6 റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. മെയ് 7 മുതൽ മെയ് മാസ റേഷൻ വിതരണം തുടരുന്നതാണ്. മെയ് മാസത്തിൽ AY മഞ്ഞ കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായും 3 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും ലഭിക്കും. പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും 4 കിലോ കുറച്ച് അതിന് പകരമായി 4 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിലും ലഭിക്കും. അതുപോലെ നീലക്കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോക്ക് 4 രൂപ നിരക്കിലും കൂടാതെ അധിക വിഹിതമായി 3 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും ലഭിക്കും. വെള്ളക്കാർഡിന് 4 കിലോ അരി കിലോക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. നീല വെള്ള കാർഡുകാർക്ക് അതാത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് 4 കിലോ ആട്ട കിലോക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കും. അതുപോലെ ഏപ്രിൽ, മെയ്, ജൂൺ എന്നീ മാസങ്ങളിലെ മണ്ണെണ്ണ വിഹിതവും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഞ്ഞ റേഷൻ കാർഡിന് 1 ലിറ്റർ മണ്ണെണ്ണയും പിങ്ക്, നീല, വെള്ള കാർഡുകാർക്ക് 1/2 ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കും. അതുപോലെ കേരളത്തിലെ 1/2 ലക്ഷത്തോളം വരുന്ന ദരിദ്ര കുടുംബങ്ങൾക്ക് മഞ്ഞ റേഷൻ കാർഡ് വഴി അവർക്ക് ലഭിച്ചിരുന്ന പഞ്ചസാര വിതരണം നിലച്ചിരിക്കുകയാണ്. അന്ത്യോദയ അന്നയോജന പ്രകാരം റേഷൻ വിതരണത്തിൽ നിന്ന് പഞ്ചസാര താൽക്കാലികമായി പിൻവലിച്ചതാണ് തിരിച്ചടിയായത്. ഇതനുസരിച്ച് മഞ്ഞ കാർഡുകാർക്ക് സബ്സിഡി നിരക്കിൽ കിലോയ്ക്ക് 27 രൂപ നിരക്കിൽ ലഭിച്ചിരുന്ന പഞ്ചസാര ഇപ്പോൾ സംവിധാനത്തിൽ നിന്നും മാറ്റിയിരിക്കുകയാണ്. ഇതോടെ 2026-2027 സാമ്പത്തിക വർഷത്തേക്കുള്ള പഞ്ചസാര വിതരണത്തിന് സർക്കാരിൽ നിന്ന് അനുമതി ലഭിക്കാത്തതിനാൽ വിതരണം താൽക്കാലികമായി നിർത്തിവെച്ചതായി സിവിൽ സപ്ലൈസ് വകുപ്പ് വ്യക്തമാക്കി. അതേസമയം മാസം മാറി റേഷൻ വിതരണം ചെയ്തതിനെ തുടർന്ന് വിഹിതം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള 8,000 ഗുണഭോക്താക്കളെ കണ്ടെത്താൻ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് നടപടി തുടങ്ങി. ഏപ്രിലിലെ വിഹിതം ലഭിക്കാത്തവർക്കായി വിതരണ കാലാവധി മെയ് 5 വരെ നീട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി റേഷൻ ബില്ലിംഗിൻ്റെയും വിതരണത്തിൻ്റെയും സംവിധാനമായ ഇപോസിൻ്റെ ചുമതലയുള്ള ഹൈദരാബാദിലെ നാഷണൽ ഇൻഫർമാറ്റിക്സ് സെൻ്ററിലെ അനുമതി മാത്രമാണ് ഇനി ബാക്കിയായിട്ടുള്ളത്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൻ്റെ സാഹചര്യത്തിൽ കേന്ദ്ര നിർദ്ദേശപ്രകാരമാണ് കേരളത്തിൽ ഏപ്രിൽ, മെയ് മാസങ്ങളിലെ റേഷൻ ഒന്നിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരുന്നത്. ഇതനുസരിച്ച് ഏപ്രിലെ റേഷൻ ഏപ്രിൽ 30 വരെയും മെയ് മാസത്തെ റേഷൻ ഏപ്രിൽ 1 മുതൽ മെയ് 30 വരെയും വാങ്ങാനായിരുന്നു അവസരമൊരുക്കിയത്. എന്നാൽ ഇപോസ് യന്ത്രത്തിൽ വിതരണത്തിൻ്റെ മാസമായി റേഷൻ കടക്കാർ ഏപ്രിലിനു പകരം മെയ് എന്ന് തിരഞ്ഞെടുത്തതാണ് ആശയക്കുഴപ്പമുണ്ടാക്കിയത്. ഏപ്രിലിലെ വിതരണം 30-ന് അവസാനിക്കുമെന്നതിനാൽ ഇവർക്ക് 1 മാസത്തെ റേഷൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലാണ് വിതരണം നീട്ടാനുള്ള ക്രമീകരണം. ഇങ്ങനെ മാസം മാറി റേഷൻ വാങ്ങിയ 8,000-ഓളം കാർഡ് ഉടമകളുടെ പട്ടിക ജില്ലാ സപ്ലൈ ഓഫീസർമാർ തയ്യാറാക്കി തങ്ങളുടെ പരിധിയിലുള്ള ഗുണഭോക്താക്കളെ റേഷൻ വ്യാപാരികളുടെ സഹായത്തോടെ വിവരം അറിയിക്കാനാണ് നീക്കം. പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുമല്ലോ. അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.